അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ ഭയക്കാതെ മുന്നോട്ട് പോവുകയാണ് സൊഹ്റാൻ മംദാനി. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉയർത്തിയ ആവശ്യങ്ങളിൽ തന്നെയാണ് മംദാനി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഗാസയെ നശിപ്പിക്കാനുള്ള പണം സ്വന്തം രാജ്യത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ട്രംപ് ഉപയോഗിക്കേണ്ടതെന്നും മംദാനി ആവശ്യപ്പെടുന്നു. ലോകരാജ്യങ്ങളെ സ്വയം നിയന്ത്രിക്കണമെന്ന ട്രംപിന്റെ ദുഷ്ബുദ്ധിക്കേറ്റ വലിയ തിരിച്ചടിയാണ് സൊഹ്റാൻ മംദാനിയുടെ ജയം. അതുകൊണ്ട് തന്നെ മംദാനിയുടെ വിജയം ഏറ്റവും അധികം അലോത്സരപ്പെടുത്തുന്നതും ട്രംപിനെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തെ ട്രംപിന്റെ ഭീഷണികളെ ഒന്നും മുഖവിലക്കെടുക്കാതെയാണ് മംദാനി ഇപ്പോഴും തുടരുന്നത്. ഗാസയിൽ ഓരോ മണിക്കൂറിലും ഒരു കുഞ്ഞു വീതമാണ് കഴിഞ്ഞ 2 വർഷം മരിച്ചത്. ഇസ്രയേലിന്റെ ഈ നരഹത്യയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്ന ട്രംപ് ആ സഹായം സ്വന്തം രാജ്യത്ത് സ്കൂളുകൾ നിർമ്മിക്കാനാണ് നൽകേണ്ടതെന്ന് മംദാനി ആവശ്യപ്പെട്ടു. Our taxpayer dollars should be building schools and hospitals in this country, not bombs to destroy them in Gaza. And there is that deep sense of the contradiction in our politics. So you as mayor of New York want to hold him to account. And that is the importance of this city. ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നാലും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന്റെ ശബ്ദം മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ മനുഷ്യസ്നേഹികളായ എല്ലാവരും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അന്താരാഷ്ട്ര നിയമലംഘനം അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കൂ. And yet I think it is also important to say that the time of not only tolerating but celebrating Benjamin Netanyahu in this city from those in leading political positions, including the mayor. Yep. The time of looking at Benjamin Netanyahu coming to this city and then making military decisions from this city to kill civilians, that time has to come to an end. Because New Yorkers, at the very least, want to bring an end not only to this genocide but also to the complicity we have in the violation of international law. സ്വന്തം രാജ്യത്തിന്റെ പുരോഗതി നന്നാക്കാനാണ് ട്രംപ് ആദ്യം തയ്യാറാകേണ്ടതെന്നും മംദാനി പറയുന്നു. യുദ്ധത്തിനോടും ആക്രമണത്തിനോടുമുള്ള തന്റെ നിലപാടിൽ മാറ്റം വരില്ലെന്നും മംദാനി വ്യക്തമാക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.